മഹി ഉണ്ണി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റൈസിൻ്റെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി നമ്മൾ നോർത്തേൺ ഇന്ത്യയിൽ വെസ്റ്റേൺ ഇന്ത്യയിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. കിച്ചടി എന്നാണ് പേര്. അപ്പോൾ ഇത് ഏറ്റവും സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. ചോറിന് പകരം നമുക്കിത് ലഞ്ചായിട്ട് ഡിന്നറായിട്ടൊക്കെ കഴിക്കാം. അപ്പോൾ ഇത് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മൾ ഇന്ന് കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുക്കർ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ അതിൽ കടുകും ജീരകവും ഇട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ സവാള അരിഞ്ഞ് വെച്ചതും കൂടെ ചേർക്കാം. അതൊന്ന് വഴറ്റി ഒന്ന് കുഴഞ്ഞ് വരുമ്പോൾ അതിലേക്ക് നമുക്ക് തക്കാളി, ഉരുളക്കിഴങ്ങ്, അതുപോലെ കറിവേപ്പില, ഇത് മൂന്നും കൂടെ അരിഞ്ഞത് ചേർക്കാം. അപ്പോൾ തക്കാളി ഒന്ന് കുഴഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റാം. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നമ്മൾ വേറെ വീഡിയോസൊക്കെ ഇടുമ്പോൾ, റെസിപ്പിയുടെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതിനായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പൊടികൾ ചേർത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്ന് വഴറ്റി അതിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ എത്ര അരിയാണോ ചേർക്കാൻ വിചാരിച്ചത്, ഇപ്പോൾ 1 കപ്പ് അരി കൊണ്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 2 കപ്പ് വെള്ളം ചേർക്കാം. 2 കപ്പ് അരി കൊണ്ടാണെങ്കിൽ 4 കപ്പ് വെള്ളം ചേർക്കുക. ഇനി അത് ഒന്ന് ഇളക്കി ഉപ്പ് ഒക്കെ ഒന്ന് റെഡിയാണോ നോക്കി അല്ലെങ്കിൽ ഈ സമയത്ത് ചേർക്കാം. എന്നിട്ട് അരിയും പരിപ്പും കൂടെ കഴുകിയത് അതിലേക്ക് ചേർക്കാം. ഞാനത് വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ്. അപ്പം എന്നിട്ട് കുക്കറിൻ്റെ അടപ്പൊന്ന് അടച്ച് ഒരു വിസിൽ മാത്രം മതി. അത്രയും പെട്ടെന്ന് നമ്മുടെ റെസിപ്പി റെഡിയാവും കേട്ടോ. ഒരു വിസിലടിച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് അതിൻ്റെ അടപ്പ് തുറന്നാൽ നമ്മുടെ കിച്ചടി ഇതാ റെഡി ആയിട്ടുണ്ട്. ഇതിൽ കുറച്ച് നെയ്യും കൂടെ ചേർത്താൽ ഒന്നും കൂടെ ടേസ്റ്റി ആയിട്ട് വെറുതെ കഴിക്കാം. അപ്പം നെയ്യും കൂടെ ചേർക്കാം. എന്നിട്ട് ഇളക്കിയിട്ട് നമുക്ക് അതൊന്ന് സെർവ് ചെയ്യാം. സെർവ് ചെയ്യുന്നത് എന്തിൻ്റെ കൂടെ അറിയോ? ഓണിയൻ സാലഡിൻ്റെ കൂടെ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് വിടാം കേട്ടോ. അപ്പം നമ്മുടെ ഈ കോംബോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. അടിപൊളിയാണ്, ടേസ്റ്റിയാണ്, സിമ്പിളാണ്, ടൈം സേവിങ് ആണ്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായാൽ എന്തായാലും ട്രൈ ചെയ്യണം. നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയറും കൂടെ ചെയ്യാൻ മറക്കരുത്.